നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നമ്മൾ അറിയാതെ നമ്മുടെ ഫോൺ നമ്പറും നമ്മുടെ അഡ്രസ്സൊക്കെ ലീക്ക് ആകാറുണ്ട്. ഇത്തരത്തിൽ ലീക്ക് ആകുന്ന സമയത്ത് നമ്മുടെ ഫോണിലേക്ക് അനാവശ്യമായിട്ടുള്ള സ്പാം കാളുകളും പരസ്യങ്ങളും ഒക്കെ നമ്മുടെ ഫോണിലേക്ക് വരാറുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ഫോൺ തന്നെ ചിലപ്പോൾ ഹാക്കായി പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് നിർത്തലാക്കാനായിട്ട് സാധിക്കുക? അതിനായിട്ട് നമ്മുടെ ഫോണിൽ കുറച്ച് സെറ്റിങ്സുകളൊക്കെ ഓണായിട്ട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ചെയ്യാനായിട്ട് നമ്മുടെ ഫോണിലുള്ള സെറ്റിങ്സ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ ഫോണിലുള്ള സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമെയിൽ ഐ ഡി കാണിക്കും. അതിൻ്റെ താഴെ തന്നെ റെക്കമെൻഡ്, അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ആ സർവീസ് എന്ന് കാണിക്കും. നമുക്ക് വേണ്ടത് നമ്മുടെ ജിമെയിൽ ഐ ഡിയിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നതാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ജിമെയിൽ ഐ ഡിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. നമുക്ക് മറ്റുള്ള ഇമെയിൽ ഐ ഡിയൊക്കെ നമ്മൾ അവിടെ താഴെ തന്നെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ബ്ലർ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ജിമെയിൽ ഐ ഡിൻ്റെ തൊട്ട് താഴെയായിട്ട് ഗൂഗിൾ അക്കൗണ്ട് എന്നുണ്ടാകും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ജിമെയിൽ അക്കൗണ്ടിൻ്റെ തൊട്ട് താഴെ തന്നെയായിട്ട് പേഴ്സണൽ ഇൻഫോ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും നമ്മുടെ പേരും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും, ഇമെയിൽ ഐ ഡി, അതുപോലെ തന്നെ ഫോൺ നമ്പർ, അഡ്രസ്സ് എല്ലാം തന്നെ ഇവിടെ ഫുള്ളായിട്ട് ഇവിടെ കിടക്കണം. നമ്മുടെ പേരടക്കം പാസ്വേഡ് അടക്കം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ മറ്റുള്ള ആളുകളിലേക്ക് ഷെയറായി പോകുന്നുണ്ട്. അതെങ്ങനെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ആ ഭാഗത്ത് നിങ്ങളുടെ ഫോൺ നമ്പർ കാണാനായിട്ട് സാധിക്കും. ആ ഫോൺ നമ്പറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ഫോൺ നമ്പറുകൾ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അത്രയും ഫോൺ നമ്പറുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് നമ്മളുടേതായിട്ടുള്ള ഫോൺ നമ്പറുകൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഫോൺ നമ്പർ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് വിടാനായിട്ട് സാധിക്കും. ഞാൻ അത് ആദ്യം നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കാണിച്ചു തരാം. എനിക്കിവിടെ ഒരു ഫോൺ നമ്പർ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ അതിനെ എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് കാണിക്കാം. അതിനായിട്ട് ആവശ്യമില്ലാത്ത ഫോൺ നമ്പറിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ആ ഫോൺ നമ്പറിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് തന്നെ നമുക്കത് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് റിമൂവ് നമ്പർ എന്ന് കാണിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമില്ലാത്ത ഫോൺ നമ്പർ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മളിനി ചെയ്യാനുള്ളത്, ഇനി നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം ഫോൺ നമ്പർ ഉണ്ടല്ലോ, ആ ഫോൺ നമ്പറിലാണ് നമ്മൾ ഇനി ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ നമ്മളുടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ നമ്പർ വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു ജിമെയിൽ ഐ ഡി നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഫോൺ നമ്പറുകളായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇനി നമ്മളിവിടെ താഴത്ത് ഒന്ന് വായിച്ച് നോക്കുക. ഓട്ടോ അക്കൗണ്ട് സെക്യൂരിറ്റി ആൻഡ് പാസ്വേഡ് റീസെറ്റ്, അതായത് നമ്മളുടെ ഈ ഒരു അക്കൗണ്ട് ഗൂഗിൾ അക്കൗണ്ടിൻ്റെ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ അതിനെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉള്ള ഒരു ഓപ്ഷനാണ്. അതിൻ്റെ താഴെ തന്നെയായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ബെറ്റർ ഷെയറിങ് ഓൺ ഗൂഗിൾ, അതായത് നമ്മുടെ ഫോൺ നമ്പർ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള സെർച്ചിങ്ങിനും ഷെയറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മളുടെ ഫോൺ നമ്പർ ഗൂഗിളിൽ ഷെയറായി കൊടുക്കുന്നുണ്ട് എന്നുള്ളതിന് ഉള്ള ഒരു അനുവാദമാണ് ഈ ഒരു ഓപ്ഷൻ ഇത്തരത്തിൽ എനേബിളായി കിടക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുക. അപ്പം ഞാനത് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ. നിങ്ങളുടെ ഫോണിൽ ഇത് ഓണായിട്ടാണ് കിടക്കുന്നതെങ്കിൽ അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് ഓണായി കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പറൊക്കെ ഗൂഗിളിൽ ഷെയറായി പോകുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ഷെയറായി പോകുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യമില്ലാത്ത മെസ്സേജുകൾ വരും, അതുപോലെ തന്നെ കോളുകൾ വരും, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ നോക്കുക. അതിൻ്റെ താഴെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ബെറ്റർ ആഡ്സ് ആൻഡ് ഗൂഗിൾ സർവീസസ്, അതായത് നമ്മുടെ ഫോൺ നമ്പർ ഷെയർ ചെയ്യുന്നതിലൂടെ ഗൂഗിളിൻ്റെ ആഡ്സുകളും അതുപോലെ തന്നെ കോളുകളൊക്കെ നമ്മുടെ ഫോണിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അത് നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അത് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കിലേക്ക് തന്നെ വരിക. ഓക്കെ, ഇത്തരത്തിൽ വന്നു. നമ്മുടെ സെറ്റിങ്സിലേക്ക് തന്നെ വന്നു. അതിനുശേഷം ഗൂഗിളിൽ നിന്നും ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജിമെയിൽ ഐഡിൻ്റെ താഴെ തന്നെ റെക്കമെൻഡ് ആൾ സർവീസ് എന്നുണ്ടാകും. നമ്മൾ ഇനി സെലക്ട് ചെയ്യാൻ പോകുന്നത് ഈ ആൾ സർവീസ് എന്ന ആ ഒരു ഭാഗത്താണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യും. ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. കുറേ ഓപ്ഷൻസുകളൊക്കെ ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ഇനി താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓട്ടോ ഫിൽ ആൻഡ് പാസ്വേഡ് എന്നൊരു
സെക്ഷൻ ഉണ്ടാകും. ആ സെക്ഷനിൽ ഫോൺ നമ്പർ ഷെയറിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ? ആ ഫോൺ നമ്പർ ഷെയറിംഗ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫോൺ നമ്പർ ഷെയറിംഗ് എന്നിട്ട് താഴെ കുറേ കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അലോ ഗൂഗിൾ ടു ഷോ യുവർ സ്ക്രീൻ, ദെൻ ലെറ്റ്സ് ചൂസ് ഫോൺ നമ്പർ ഷെയർ തേർഡ് പാർട്ടി ആപ്സ് റിക്വസ്റ്റ് ഫോർ ഫോൺ നമ്പർ. അതായത് നമ്മുടെ ഫോൺ നമ്പർ തേർഡ് പാർട്ടിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ അനുവാദം കൊടുക്കുന്ന ഒരു സെറ്റിങ്സ് ആണ് ഇത്. ഈ സെറ്റിങ്സ് നിങ്ങളുടെ ഇത്തരത്തിൽ നിങ്ങൾ ഓൺ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മുടെ ഫോൺ നമ്പറുകൾ തേർഡ് പാർട്ടി കമ്പനികൾക്ക് ഷെയർ ആയി പോകുന്നത് കൊണ്ടാണ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളൊക്കെ നമ്മളറിയാതെ തന്നെ നഷ്ടപ്പെടുന്നത്. അത്തരത്തിൽ നഷ്ടപ്പെടുന്ന സമയത്ത് ആ തേർഡ് പാർട്ടി കമ്പനി അത് വെച്ചിട്ട് അവർ ബിസിനസ് ചെയ്യുകയും നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ അതിലൂടെ നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സെറ്റിങ്സ് കൂടി നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.